97, 98, 99, 100, 101. കർത്താവേ, ഇത് 100 രൂപ കൂടുതലുണ്ടല്ലോ. തങ്കച്ച, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പച്ച. ഞാനിത് 3ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണിച്ചെക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാ കൂടുതൽ വരുന്നത്. റോയ് എന്ത് മോനെ? റോയ് റോയ്, ഞാൻ കേട്ടു അപ്പച്ച, ഒരു 100 രൂപയുടെ കാര്യമല്ലേ, അത് നമുക്ക് 3 പേർ കൂടെ വീതിച്ചെടുക്കാം. അപ്പച്ചന് 33 രൂപ 33 പൈസ, ഇച്ചായന് 33 രൂപ 33 പൈസ, എനിക്ക് 33 രൂപ 34 പൈസ. അതെന്താ നിനക്കൊരു പൈസ കൂടുതൽ? അല്ലെങ്കിൽ ഒരു പൈസ ബാക്കി വരും. നിർത്തടാ, ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത്. കണക്കിൽ ഒരു പൈസ കൂടുതലും പാടില്ല, കുറവും പാടില്ല. രണ്ടുപേരും കൂടി അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് വന്നാ മതി. സെക്കൻഡ് ഷോ. എന്താ പറഞ്ഞേ? അല്ല, സെക്കൻഡ് ടൈം ചെക്ക് ചെയ്തിട്ട് വന്നാ മതി എന്ന്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, അതെ. പിന്നെ അക്കൗണ്ട് ഒക്കെ ശരിയാക്കിയതിനു ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങിക്കോ. അത് നാളെ തുടങ്ങിയാ പോരാ അപ്പച്ച? പോരാ, ഇന്ന് തന്നെ തുടങ്ങണം. അപ്പച്ച, ഇന്ന് കറുത്ത വാവ, നല്ല ദിവസമല്ല. വേറെ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അതെ, നിങ്ങളുടെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും. അത് പട്ടിയൊന്നും വന്ന് തിന്നില്ല. അപ്പൊ അപ്പച്ചൻ നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ. അത് നീ എന്നെ പട്ടിന്ന് വിളിച്ചല്ലടാ കള്ള. നിന്നെ ഞാൻ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വന്ന് ശരിയാക്കി തരാം. ഞാൻ അങ്ങനെ ഉറങ്ങൊന്നുമില്ല. നിനക്ക് ഇന്ന് 2 തന്നിട്ടുള്ള കാര്യമുള്ളൂ. बाहर आ जाइए साहब. वो रुपये का बैग हमें दे दो. ഇതിപ്പോ എന്താ പുതിയൊരു ഭാഷ? बोला ना, वो रुपये का बैग दे दो और चुपचाप चले जाओ. ഏയ്, മലയാളം അറിയില്ലേ? क्या? മലയാളം അറിയില്ലേന്ന്? अरे भाग रहे, जल्दी चलो. अरे मारो उनको. കർത്താവെ
അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്ക. മിശിഹായായ തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളിൽ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുതലാളി ഇന്നും നല്ല കണ്ടീഷനിലാ വരവ്. എന്നതാ ഇത്? എന്റെ കർത്താവെ, ഇതിയാനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി മേലെ കുടിക്കയില്ലാന്ന് പറഞ്ഞ് സത്യം ചെയ്തേറ്റല്ലേ ഇന്ന് കാലത്തെ തുണിക്കടയിലോട്ട് പോയത്. ശവത്തി കുത്താതെ അമ്മച്ചി. അപ്പച്ചൻ ബ്രാൻഡി വാങ്ങിക്കാനായിട്ട് ബാറിലോട്ട് പോകുന്ന വഴി അജ്ഞാതരായ ഒരു സംഘം ഗുണ്ടകള് അതിദാരുണമായി ആക്രമിച്ചു. എന്റെ ഈശോയെ, എന്നിട്ട് വല്ലതും പറ്റിയോ? പേടിക്കാൻ ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല അമ്മച്ചി. എന്തിനാ കള്ളം പറയുന്നത്? ഞങ്ങൾ തക്ക സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി അപ്പച്ചനെ ഇടിച്ച് കൊന്നേനെ. ദാടാ, എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പച്ചൻ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അമ്മച്ചിക്ക് ഉണ്ടാകുന്ന ദുഃഖം അപ്പച്ചൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും കൂടി അനാഥരായി അപ്പച്ചന്റെ കുഴിമാടത്തിൽ എന്നും വിളക്കും അയ്യോ, എന്റെ കർത്താവേ, എന്റെ പിള്ളേരെ തല്ലിയേ. എനിക്ക് നിർത്തടി, എടി നിർത്ത്. ഞാൻ ജീവിച്ചിരിപ്പില്ലേ? അപ്പച്ചൻ ശരീരം വേദന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചാരായത്തിൽ പച്ചമുട്ട എടുത്ത് കലക്കി കുടിച്ചാൽ മതി, മാറും. ഈ നേരത്തിന് ചാരായ എവിടുന്ന് കിട്ടാനാ? കിട്ടുമോ? മനസ്സിൽ വെച്ചാ മതി. അയ്യടാ, ഇനി അതിന്റെ പേരും പറഞ്ഞ് ചാരായം കുടിക്കാവുന്നതായിരിക്കും. ചാരായൊന്നും വേണ്ട അപ്പച്ചാ. 3-4 കാഞ്ഞിരം കുരുവും 4-5 പാവയ്ക്കയും കുറച്ച് ഇഞ്ചിയും കൂടെ ആവണക്കെണ്ണയിൽ അരച്ച് കലക്കി കുടിച്ചാൽ മതി. അത് നിന്റെ അപ്പം കുടിക്കും. അതന്നെ ഏതെന്നെ? അവൻ പറഞ്ഞ നേരാ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്താ ചെയ്യാ, ഭാര്യ ആയാലും അല്ലേ? ഇതാ ചുങ്കത്തറക്കാരുടെ പണിയാ. അവന്മാരല്ലാതെ വേറെ ആരാ നമുക്ക് ശത്രുക്കള്? ഏതായാലും അടിക്കാൻ വന്നവരാരും ഈ നാട്ടിലുള്ളവരല്ല. ഇവിടെ ഉള്ളവരാകുമ്പോ നമ്മൾ തിരിച്ചറിയില്ലേ? അതിനാ ബോംബെന്ന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത്. ബിസിനസ്സിലെ ചുങ്കത്തറക്കാർക്ക് നമ്മളെ ഓവർടേക്കാൻ പറ്റാത്തടത്തോളം കാലം അവരുടെ വൈരാഗ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാണ്ട് എന്നാ ചെയ്യാന്? അല്ലേ ചായ, നമുക്ക് സ്വയരക്ഷയ്ക്ക് ഒരു പെർമനന്റ് ഗുണ്ടാ സംഘം ഉണ്ടാക്കിയാലോ? ഇഞ്ചക്കാടൻ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്. എന്തോ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്? നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങും. ഇറ്റാൻ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഉറങ്ങാൻ നോക്കടാ. അതാ നല്ലത്. മതി, നീ വന്നേരെ. കൂലിക്ക് തല്ലാൻ പോലും നല്ല ആൾക്കാരെ കിട്ടില്ലെന്ന് വെച്ചാ ഇന്ന് തന്നെ അവന്മാരെ പറഞ്ഞു വിട്ടേക്ക്. നമ്മളാണ് ഇതിന്റെ പുറകിലെന്ന് ആ ഇഞ്ചക്കാടൻ അറിയണ്ട. അയാൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റാ. പുറകെ നിൽക്കാൻ ആളുകൾ കാണും. നമ്മളാണെന്ന് അന്മാർക്ക് ഒരു സംശയമില്ല അങ്ങളെ. അതിനല്ലേ ബോംബെ നാളെ കൊണ്ടുവന്നത്. സോഡ എടുക്കാൻ പോയിട്ട് പിന്നെ എവിടെ പോയി? ഇവിടെ ലോനപ്പാ, ലോനപ്പാ. നീ എന്താടാ ലോനപ്പ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? സോഡ വെക്കുന്ന ആസ്ട്രോ എടുക്കാൻ വന്നതാ. ഉടുക്കലത്തെ ഒരു കുടി. എത്ര നേരമായി ചോറും വിളമ്പിച്ചൊന്ന് കാത്തിരിക്കുന്നത്. അവരെന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവര് ഇഞ്ചക്കാട്ടുകാരെ തറവെട്ടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പച്ചന്റെ ജോലിക്കാരനായിരുന്ന ഈ ഇഞ്ചക്കാടൻ ഇപ്പൊ വലിയ മുതലാളിയായപ്പോ നമ്മളോട് മത്സരിക്കാൻ വന്നിരിക്കുക. പണ്ട് ഇച്ചായൻ ചരക്കെടുക്കാൻ ബോംബെക്ക് പോകുമ്പോ ഇവനെ കൂട്ടിന് കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അന്നവൻ വെറും മത്തായി. ഇന്നവന് കാശുണ്ടായപ്പോ ഇഞ്ചക്കാടൻ മത്തായി. ഇഞ്ചക്കാടൻ മത്തായി. അവന് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അവൻ കാശുണ്ടാക്കിയത്. നിനക്കൊക്കെ ബുദ്ധി ഉണ്ടാക്കി നീ ഉണ്ടാക്കടാ. ഓരോരുത്തർക്ക് വിധിച്ചതേ അവനവന് കിട്ടൂ. അല്ലാതെ വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. മതി കുടിച്ചത്. ഒന്നും വല്ലതും കഴിക്കാൻ നോക്ക്. അതിനിവിടെ കഴിച്ചോണ്ടിരിക്കുവല്ലേ? വരുന്നു. അല്ലേ കേന്ദ്രമന്ത്രിമാരൊക്കെ ചാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന എന്നാത്തിനാ? എന്താ ദാ കണ്ടില്ലേ, കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചാവാൻ വരുന്നു. ഒന്നുകൂടെ വായിച്ചേ. വായിക്കേ. കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രി എന്താ? ചാവാൻ വരുന്നു. ഒറ്റ അടി വെച്ചെന്നല്ല, കണ്ണാടി വെച്ചുള്ള ഇരിപ്പ് കണ്ടപ്പോ ഞാനൊന്ന് വായിക്കട്ടെന്ന്. കേന്ദ്രത്തിൽ നിന്ന് നിന്റെ അപ്പം കേരളത്തിലേക്ക് ചാവാൻ വരില്ലേ? കാണാൻ വയ്യെങ്കിൽ നീ അടക്കളയിലേക്ക് റെഡിയല്ലേ? നമുക്കിറങ്ങാം. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം. അത് പറഞ്ഞാൽ പറ്റുകയില്ല. ആ ചുങ്കത്തറക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. വല്ലതും സംഭവിച്ചിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകുകയല്ല. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പേടിയില്ല? ഉണ്ട്. അപ്പച്ചൻ ഇനി അവരുടെ കയ്യിൽ നിന്ന് ഇടിയുള്ളൂന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം.
ഇടി കൊള്ളുമ്പളേ നമുക്ക് 3 ആൾക്കും പങ്കിട്ടെടുക്കാം. അപ്പേട്ടേന്ന് നീ വെള്ളം തിളപ്പിച്ച് വെച്ചേക്ക്, 3 ആൾക്കും വൈകുന്നേരം കിഴി പിടിക്കേണ്ടതാ. എന്റെ ദൈവമേ, പുറത്തേക്ക് ഇറങ്ങുമ്പോ ചൂലും പിടിച്ച് നിൽക്കണ ഇന്ന് ഇനി ഒരു കാര്യവും നടക്കില്ല. ഞാൻ അകത്തേക്ക് പോവാ. എടി ചൂലേ, ആ ചൂലങ്ങോട്ട് മാറ്റി പിടിയടി. ഇതൊക്കെ നേരം വിളക്കുന്നതിന് മുമ്പ് ചെയ്യാൻ മേലായിരുന്നു നിനക്ക്. ആ ചൂടാകാതെ അമ്മച്ചി. ഇന്നലെ ചൂലും കണി കണ്ടോണ്ട് ഇറങ്ങി പോയിട്ട് വല്ല കുഴപ്പമുണ്ടോ? നല്ല അസല് കച്ചവടമായിരുന്നു. ഈ ശകുനത്തിലൊന്നും ഒരു കാര്യമില്ല. അത് തന്നെ. ഏതെന്നെ ഈ ചൂലുകാരനാ ഇന്നലെ ഒരു പരിചയമില്ലാത്ത തെമ്മാടിയുള്ളതെന്ന് എനിക്ക് അടി കിട്ടിയത്. ഈ ശകുനത്തിലും കണിയിലൊക്കെ സ്വല്പം കാര്യമുണ്ട്. അതന്നെ. എന്ത് പറഞ്ഞാലും അത് തന്നെ ഇത് തന്നെ. നിനക്ക് വല്ല വിവരം പോത്തെ? ഓ ഇത് ഞാൻ കുറെ വിവരമുണ്ട്. കള്ളക്കണക്കെടുത്തല്ല വല്ല വിവരമുണ്ടോ? കള്ളക്കണക്കാണ് നിനക്ക് തിന്നാൻ തരാൻ. തട്ടിമുട്ടി എപ്പോഴെങ്കിലും നിന്നെ ഞാൻ കൊല്ലുള്ളൂ. എന്നും കടയിൽ പോണതിന് മുമ്പ് എല്ലാരും കൂടെ ഒരു സീൻ ഉണ്ടാക്കിയിട്ടാ പോകുന്നു വെച്ചാ അപ്പച്ചനും കണക്കന്നെ അമ്മച്ചും കണക്കന്നെ. സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര വിവരില്ല എന്ന് കൂട്ടിക്കോ. എന്തായാലും കുട്ടി അത് തന്നെ. എന്റെ ദൈവമേ, ചൂലും വെറുതെ മുണ്ടും ചട്ടിയെടുത്ത് നടക്ക വിശാചികള്. ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ വണ്ടി വിടറാ. എടുത്തോട്ട് കൂടി അപ്പുറത്തെങ്ങാനും. തങ്കച്ചാ വേണ്ട, വണ്ടി വിട്. എന്താ ചെയ്യാ? ഇഞ്ചക്കാടൻ ആൻഡ് സൺസ് വണ്ടി കൊണ്ടു നിർത്തി നമ്മളെ നോക്കി പഠിപ്പിച്ചിട്ട് പോയത്. ഇനിയിപ്പോ ഗുണ്ടകളെ വെച്ച് നമ്മളാണെന്ന് അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവും. എന്നാടാ ഇനി വരട്ടെ ചോദിക്കാൻ. ഗുഡ് മോർണിംഗ് സർ. ആ ഡിസ്കൗണ്ട് സെയിൽസിന്റെ ബോർഡ് എടുത്ത് മാറ്റിയേ. ഓ, ഇത്തവണയും ക്രിസ്മസിന് നമുക്ക് സെയിൽസ് മോശം തന്നെയാ. അതെങ്ങനെ? തൊട്ടടുത്ത് ഇഞ്ചക്കാരൻ 15% വില കുറച്ച് വെക്കുമ്പോ 10% റിഡക്ഷൻ വെച്ചോണ്ടിരിക്കാൻ നമ്മുടെ അടുത്ത് ആര് വരാനാ? നീ എന്തായി പറയുന്നേ? 10% കുറച്ചിട്ട് തന്നെ ഒരു വിധത്തിലാ നഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നെ. അവനോട് കോമ്പറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ നഷ്ടത്തിലാ. ഇവരെന്നാത്തിനാ ഈ സാധനമൊക്കെ വില കുറച്ച് വെക്കുന്നത്? നമ്മളെ ഒതുക്കാൻ. അല്ല എന്നാത്തിനാ അവരെ അവിടെ ആൾ ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അവിടെ അപ്പനും മക്കൾക്കും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അച്ഛൻ മരിക്കുന്നത് വരെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിന് അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചില്ലേ? ഇല്ല. എത്ര പ്രായമായിട്ട് അച്ഛൻ മരിക്കാത്തെ? നിങ്ങൾ ഒന്നും ചോദിച്ചില്ലേ? നോക്കേ, ഇത് ചേച്ചിക്ക് നല്ല ചേർച്ചയായിരിക്കും. നോക്കേ, ഇത് കുട്ടിയുടെ ചേച്ചിയാണോ? അയ്യോ, ഞാനവളുടെ അമ്മയാ. സോറി, കണ്ടാ പറയില്ല കേട്ടോ. അപ്പോ ഈ 3 സാരികളും പാക്ക് ചെയ്ത് വേണ്ട, ഒരെണ്ണം മതി. അത് പറ്റില്ല. എന്നാ 2 എണ്ണം എടുക്കണം. ചാച്ചപ്പ, ഈ 2 എണ്ണത്തിന് ബില്ലിട്ടെ. നോക്കണ്ട, ഇത് അടുത്തവണ വരുമ്പോ എടുക്കാം. വന്നേ, ദാ നമ്മുടെ പാർട്ടീസാ. വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേനെ കേട്ടോ. ചെന്നിട്ട് വരൂ. അപ്പച്ചാ വരണം വരണം. എത്ര കാലായി കണ്ടിട്ട്, ഞങ്ങളൊക്കെ മറന്നോ? അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോടാ, നല്ല ചോദ്യം. ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്തായിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ, അത് നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ. ഇല്ലേ അപ്പച്ചാ? പിന്നെ കല്യാണ ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും. അതെ. നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതി. കല്യാണ സാരികളുടെ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. ഇന്ന് രാവിലെയാ പൊട്ടിച്ചത്. ഇന്ന് 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 കാലത്ത് എന്നാ കല്യാണം? 10-ാം തീയതി. അയ്യോ, അപ്പൊ വളരെ അടുത്തല്ലോ. കറിയാച്ചാ, ആ ഫ്രഷ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ കല്യാണ സാരികളുടെ. ചെന്നാട്ടെ. അപ്പച്ചാ, ഈ പഴയ ടൈപ്പ് സോപ്പിടല് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെലവാവില്ല. ഒറ്റ പൊട്ടിക്ക് വെച്ചെന്നുണ്ടല്ലോ. നീ മത്തായിനെ തുണിക്കച്ചവടം പഠിപ്പിക്കാൻ പറയാ. ഓനെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാൽ എന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിലടിക്കണ്ട. വേണ്ട, അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചു തരാം. നീ എന്താ കളിക്കുന്നത്? നീ എന്താ കൊഞ്ചാൻ വരാൻ? ഇവിടെ ആൾക്കാർ കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണോ? നീ പോടാ അവിടുന്ന്. ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അല്ല മോനെ? പിന്നല്ലാതെ, ഇറ്റാന് ക്യാഷ് എണ്ണി പെട്ടിക്കകത്തിട്ടോണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ. നമുക്കതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവാ. കൗണ്ടർ വാങ്ങിക്കണം. ഓ, ഞാൻ കൗണ്ടറിൽ ഇരുന്നോളാം. അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല. അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പോടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? ആ